Yeah. വെൽക്കം ടു ലേണിനോ. നമുക്കിന്ന് രണ്ടാമത്തെ സെഷനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്ലാസിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം നാനോ മെറ്റീരിയൽസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ക്ലാസിഫിക്കേഷൻ എല്ലാം ഡിസ്കസ് ചെയ്തു. ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്ലാസിനെ പറ്റിയാണ്. ഗ്ലാസ് ഈസ് ദ മോസ്റ്റ് ഡെലിക്കേറ്റ് ഡെക്കറേറ്റീവ് മെറ്റീരിയൽ വിച്ച് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഓൾ സെക്ടേഴ്സ്. എല്ലാ ഫീൽഡിലും യൂസ് ചെയ്യുന്ന ഒരു ഡെക്കറേറ്റീവും ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. നമുക്ക് ഉപയോഗപ്പെടുന്നതും അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഗ്ലാസ് എന്ന് പറയുന്നത്. although it is delicate, there are some glasses which are durable too. ഇനി ഒത്തിരി നാള് ഡ്യൂറബിൾ ആയിട്ടുള്ള ഗ്ലാസസും നമുക്ക് അവൈലബിൾ ആണ്. ദേ ആർ യൂസ്ഡ് ഇൻ മേക്കിംഗ് ഹൗസ് വെയർസ്, ലബോറട്ടറി എക്യുപ്മെന്റ്സ്, ഇൻ ബിൽഡിംഗ്സ്, ഒപ്റ്റിക്കൽ ലെൻസസ്, പ്രിസംസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഫോർ ഡേറ്റ ട്രാൻസ്ഫർ പർപ്പസ് ടു. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഗ്ലാസസ് നമുക്ക് വീടുകളിലും അതുപോലെ തന്നെ ലാബുകളിലും ബിൽഡിംഗ്സിലും ഒപ്റ്റിക്കൽ ലെൻസസിലും പ്രിസത്തിലും ടെലികമ്മ്യൂണിക്കേഷൻസിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. Glass is an inorganic solid and non-crystalline material that is transparent in appearance. Glass എന്ന് പറയുന്നത് ഒരു ഇനോർഗാനിക് ആയിട്ടുള്ള ഒരു സോളിഡ് ആണ്, അതുപോലെ തന്നെ നോൺ ക്രിസ്റ്റലൈൻ മെറ്റീരിയലുമാണ്. അത് ട്രാൻസ്പെറന്റ് ആണ്, അപ്പിയറൻസിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഗ്ലാസ്. ഇവരുടെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാല് it is a material made of natural product. Natural products വെച്ച് മെയ്ഡ് ചെയ്തൊരു മെറ്റീരിയൽ ആണ് ഗ്ലാസ് എന്ന് പറയുന്നത്. It is an inorganic solid material. അത് ഒരു ഇനോർഗാനിക് സോളിഡ് മെറ്റീരിയൽ ആണ്. ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ ഗ്ലാസിന് പറ്റും. അതുപോലെ തന്നെ 100% റീസൈക്ലബിൾ ആണ് ഈ ഗ്ലാസ് എന്ന് പറയുന്നത്. പിന്നെയും നമുക്ക് പല സ്ട്രക്ചർ ആയിട്ട് മാറ്റി ഉപയോഗിക്കാനായിട്ട് പറ്റും. നാച്ചുറൽ പ്രോഡക്ട്സിൽ നിന്ന് മെയ്ഡ് ചെയ്യുന്നു, ഇനോർഗാനിക് സോളിഡ് ആണ്, ഗ്ലാസ് ക്യാൻ വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ, 100% റീസൈക്ലബിൾ. ദെൻ നമ്മുടെ ഒരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് സിലിക്കൺ ഡയോക്സൈഡ്, SiO2. അതാണ് ഗ്ലാസിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത്. ദെൻ സോഡിയം ഓക്സൈഡ്, ജനറലി ഒബ്റ്റൈൻഡ് ഫ്രം Na2CO3, സോഡ, വിച്ച് ലോവേഴ്സ് ദ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അപ്പൊ ഈ സോഡയുടെ പർപ്പസ് എന്ന് പറഞ്ഞാല് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ലോവർ ചെയ്യുക. ദ സോഡ മേക്സ് ദ ഗ്ലാസ് വാട്ടർ സോളിബിൾ വിച്ച് യൂഷ്വലി അൺഡിസൈറബിൾ. അതായത് അൺഡിസൈറബിൾ ആയിട്ടും അതുപോലെ തന്നെ ലോവേഴ്സ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഇതാണ് നമ്മുടെ സോഡിയം ഓക്സൈഡ്, അതായത് സോഡയിൽ നിന്നുണ്ടാക്കുന്ന സോഡിയം ഓക്സൈഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കമ്പോണന്റ് ലൈം, കാൽഷ്യം ഓക്സൈഡ്, ജനറലി ഒബ്റ്റൈൻഡ് ഫ്രം ലൈംസ്റ്റോൺ. ചുണ്ണാമ്പ് കല്ലിൽ നിന്നാണ് ഈ ലൈം നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുക. ദെൻ ഫോർത്ത് ഈസ് മഗ്നീഷ്യം ഓക്സൈഡ് ആൻഡ് അലൂമിനിയം ഓക്സൈഡ്. അത് എന്തിനാണ് ഗ്ലാസ്സിൽ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. ദ റിസൾട്ടിംഗ് ഗ്ലാസ് കണ്ടെയ്നിങ് അബൌട്ട് 70 to 74% സിലിക്ക ബൈ വെയിറ്റ് ഈസ് കാൾഡ് സോഡ ലൈം ഗ്ലാസ്. ഇനി നമുക്ക് യൂസ് ചെയ്യുന്ന ഗ്ലാസ്സിലെ 70 മുതൽ 74% വരെയും സിലിക്കയാണ് ഉള്ളതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സോഡ ലൈം ഗ്ലാസ്. സോഡ ലൈം ഗ്ലാസസ് അക്കൗണ്ട് ഫോർ അബൌട്ട് 90% ഓഫ് മാനുഫാക്ചർഡ് ഗ്ലാസ്. 90% മാനുഫാക്ചർ ചെയ്യുന്നത് സോഡ ലൈം ഗ്ലാസ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള മെയിൻ പാർട്സ് സിലിക്കൺ ഡയോക്സൈഡ്, സോഡിയം ഓക്സൈഡ്, ലൈം, മഗ്നീഷ്യം ഓക്സൈഡ് ആൻഡ് അലൂമിനിയം ഓക്സൈഡ്. Then soda lime glass or soda glass or soft glass or window glass. അപ്പം സോഡ ലൈം ഗ്ലാസിന്റെ വേറൊരു പേരാണ് സോഡ ഗ്ലാസ്, അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ്, അല്ലെങ്കിൽ വിൻഡോ ഗ്ലാസ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് സിലിക്ക, സോഡിയം ഓക്സൈഡ്, ലൈം, മഗ്നീഷ്യ ആൻഡ് അലൂമിന. It is transparent, easily formed and most suitable for window glass. നമ്മുടെയൊക്കെ വീട്ടിൽ കാണുന്ന വിൻഡോ ഗ്ലാസിന്റെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് സോഡ ലൈം ഗ്ലാസ് എന്ന് പറയുന്നത്. ഹൈ തെർമൽ എക്സ്പാൻഷനും പുവർ റെസിസ്റ്റൻസ് ടു ഹീറ്റ് ആണ്. അതാണ് ഇതിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കണ്ടെയ്നർ ഗ്ലാസ് ഈസ് എ സോഡ ലൈം ഗ്ലാസ് ദാറ്റ് ഈസ് എ സ്ലൈറ്റ് വേരിയേഷൻ ഓഫ് ഫ്ലാറ്റ് ഗ്ലാസ് വിച്ച് യൂസ് മോർ അലൂമിന ആൻഡ് കാൽഷ്യം. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടെയ്നർ ഗ്ലാസും സോഡ ലൈം ഗ്ലാസ് തന്നെയാണ്, പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അലൂമിനിയവും കാൽഷ്യം ആൻഡ് ലെസ് സോഡിയം ആൻഡ് മഗ്നീഷ്യം വിച്ച് ആർ മോർ വാട്ടർ സോൾബിൾ.
അപ്പൊ ഇവിടെ സോഡിയം മഗ്നീഷ്യം അധികം യൂസ് ചെയ്യുന്നില്ല, കാരണം ഇവര് വാട്ടർ സോളുബിൾ ആണ്. അതുകൊണ്ട് തന്നെ അലൂമിനിയവും കാൽഷ്യവും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദിസ് മേക്സ് ഇറ്റ് ലെസ് സസെപ്റ്റബിൾ ടു വാട്ടർ എറോഷൻ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫുഡ് ഓർ ബിവറേജ് കണ്ടെയ്നേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ അലൂമിനിയം കാൽഷ്യം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫുഡ് ബിവറേജ് കണ്ടെയ്നേഴ്സിൽ നിർമ്മിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വിൻഡോ ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. സം ലോവർ ടെമ്പറേച്ചർ ഇൻകാൻഡസെന്റ് ലൈറ്റ് ബൾബ്, ചില ഇൻകാൻഡസെന്റ് ലൈറ്റ് ബൾബുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ലാമ്പ് എൻവലപ്പിലും ടേബിൾ വയറിലും നമ്മൾ സോഡ ലൈം ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ കോൺസ്റ്റുവൻസ് എന്ന് പറഞ്ഞാല് സിലിക്ക, സോഡിയം ഓക്സൈഡ്, ലൈം, മഗ്നീഷ്യ, അലൂമിനിയം. ദെൻ അടുത്തൊരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് സേഫ്റ്റി ഗ്ലാസ് എന്ന് പറയുന്നത്. സേഫ്റ്റി ഗ്ലാസ് ഓർ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് സച്ച് ആസ് ദോസ് യൂസ്ഡ് ഇൻ എയ്റോപ്ലെയിൻസ് ആൻഡ് ഹൈ സെക്യൂരിറ്റി കാർ. എയ്റോപ്ലെയിനുകളിലും ഹൈ സെക്യൂരിറ്റി കാറിലും പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കുന്ന ഗ്ലാസ്സുകളാണ്, അതാണ് സേഫ്റ്റി ഗ്ലാസ് എന്ന് പറയുന്നത്. ഈസ് മെയ്ഡ് ബൈ പ്രസ്സിംഗ് ആൻഡ് ബൈൻഡിങ് ടു ഗ്ലാസ് ഷീറ്റ് വിത്ത് എ തിൻ പ്ലാസ്റ്റിക് ഷീറ്റ് ഇൻ ബിറ്റ്വീൻ ദം. അതായത് രണ്ട് ഗ്ലാസ് ഷീറ്റുകൾക്കിടയ്ക്ക് ഒരു തിൻ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതിനെ ലാമിനേറ്റഡ് ഗ്ലാസ് എന്നും വിളിക്കാറുണ്ട്. When this glass breaks, it does not leave any sharp edges, that is splinter proof. എന്ന് വെച്ചാല് ഈ ഗ്ലാസ് പൊട്ടുമ്പോൾ ഇത് കൂർത്ത എഡ്ജസ് ഉള്ള ഒരു പാർട്ടുമായിട്ടും ലീവ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവരെ സേഫ്റ്റി ഗ്ലാസ് എന്ന് വിളിക്കാനായിട്ട് ഉള്ള കാര്യം. അപ്പൊ ഇത് എയ്റോപ്ലെയിൻസിലും ഹൈ സെക്യൂരിറ്റി കാർസിലുമാണ് കാണുന്നത്. ഇനി സേഫ്റ്റി ഗ്ലാസ്സിന് നമുക്ക് രണ്ട് രീതിയിൽ മെയ്ഡ് ചെയ്യാം. അതായത് safety glass can be made by either laminating two sheets of glass together with a plastic layer in between them or by heat treating the glass sheet. ഒന്നുകിൽ രണ്ട് ഗ്ലാസ് ഷീറ്റിന്റെ ഇടയ്ക്ക് ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഹീറ്റ് ട്രീറ്റ് ചെയ്യാം, ഗ്ലാസിനെ ഹീറ്റ് ട്രീറ്റ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യാം. Then heat strengthened glass. Heat strengthened glass is made by heating unlined glass and then cooled it faster. അതായത് ഹീറ്റ് ചെയ്തിട്ട് ഗ്ലാസിനെ അതേപോലെ തണുപ്പിച്ചിട്ടുണ്ടാക്കുന്ന ഗ്ലാസിനെയാണ് ഹീറ്റ് സ്ട്രെങ്തൻഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. അത് റെഗുലർ ഗ്ലാസിനെ കാട്ടിയും ട്വൈസ് സ്ട്രോങ്ങർ ആയിരിക്കും. ഇനി ടെമ്പേർഡ് ഗ്ലാസ്. ടെമ്പേർഡ് ഗ്ലാസ് ഈസ് മെയ്ഡ് ബൈ ഹീറ്റിംഗ് ഗ്ലാസ് ഷീറ്റ് അബൌട്ട് 1200 ഡിഗ്രി ഫാരൻഹീറ്റ്. 1200 ഡിഗ്രി ഫാരൻഹീറ്റില് ചൂടാക്കിക്കൊണ്ടാണ് ടെമ്പേർഡ് ഗ്ലാസ് നിർമ്മിക്കുന്നത്. ആൻഡ് ദെൻ സഡൻലി ചില്ലിങ് ദം. പിന്നെ അത് പെട്ടെന്ന് അതിനെ ചില്ലും ചെയ്യുന്നു. ഇത്രയും കൂൾ ചെയ്തിട്ട് അതിനെ ചില്ല് ചെയ്യുന്നു. ദിസ് പ്രോസസ് മേക്കിംഗ് ദ ഗ്ലാസ് അബൌട്ട് 6 times stronger than റെഗുലർ ഗ്ലാസ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി 6 മടങ്ങ് റെഗുലർ ഗ്ലാസിനെ കാട്ടി 6 മടങ്ങ് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഗ്ലാസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഹീറ്റ് സ്ട്രെങ്തൻഡ് ഗ്ലാസും ടെമ്പേർഡ് ഗ്ലാസും. അതുപോലെ തന്നെ സേഫ്റ്റി ഗ്ലാസ്സിന് നമുക്ക് രണ്ട് രീതിയിൽ നിർമ്മിക്കാം. ലാമിനേറ്റഡ് ഗ്ലാസ് ആയിട്ടും അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തിട്ടും നിർമ്മിക്കാൻ പറ്റും. ഓക്കെ. Then laminated glass is made by joining. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലാമിനേറ്റഡ് ഗ്ലാസ് എന്ന് പറയുന്നത് രണ്ട് ഷീറ്റുകൾക്കിടയിൽ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് ലാമിനേറ്റ് ചെയ്യുന്നതാണ്. When laminated glass break, the plastic absorb much energy and hold the glass shards together. അപ്പൊ എന്തുകൊണ്ടാണ് സേഫ്റ്റി ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ അത്ര പ്രശ്നം വരാത്തത്? ഈ ലാമിനേറ്റഡ് ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനിടയിലുള്ള പ്ലാസ്റ്റിക് എനർജി എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്തിട്ട് അതിന്റെ പാർട്സിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് സേഫ്റ്റി ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാവാത്തത്. ഓക്കെ. Then borosilicate glass. Borosilicate glass is a type of glass that contain boron and silicon. ബോറോണും സിലിക്കണും ഉള്ള ഗ്ലാസ് ആണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ തെർമൽ ഷോക്ക് റെസിസ്റ്റൻസ് ആണ്. അതായത് ഹൈ തെർമൽ ഷോക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. എക്സ്ട്രീം ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ഒക്കെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദെൻ കെമിക്കൽ റെസിസ്റ്റൻസ് ഉണ്ട്. കെമിക്കലിന്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലബോറട്ടറി എക്യുപ്മെന്റ് ആയിട്ടും മെഡിക്കൽ ഡിവൈസസിനും ഒക്കെ ഈ ബോറോസിലിക്കേറ്റ് ഗ്ലാസസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലാബിൽ ഇരിക്കുന്ന പിപ്പറ്റ്, ബ്യൂററ്റ് തുടങ്ങിയ സാധനങ്ങളെല്ലാം ബോറോസിലിക്കേറ്റ് ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദെൻ ക്ലാരിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ഹാസ് ഹൈ ക്ലാരിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. നോൺ ടോക്സിക് ആൻഡ് ഹൈജീൻ. ഒരിക്കലും ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ടോക്സിക് അല്ല, നല്ല ഹൈജീൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ്
കണ്ടെയ്നർ ആയിട്ടും ബിവറേജസിനും ബോട്ടിലും ഒക്കെ ആയിട്ട് നമുക്ക് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് യൂസ് ചെയ്യാം. അപ്പൊ തെർമൽ ഷോക്ക് റെസിസ്റ്റന്റ്, കെമിക്കൽ റെസിസ്റ്റന്റ്, ക്ലാരിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി, നോൺ ടോക്സിക് ആൻഡ് ഹൈജീനിക്. ഇതിന്റെ പാർട്സ് എന്തൊക്കെയാണ്? സിലിക്കൺ ഡയോക്സൈഡ് ഉണ്ട്, 70 to 80% സിലിക്കൺ ഡയോക്സൈഡ്. ബോറിക് ഓക്സൈഡ് ഉണ്ട്, 7 to 13%. സോഡിയം ഓക്സൈഡ് ഓർ പൊട്ടാസ്യം ഓക്സൈഡ് 4 to 8%. അലൂമിനിയം ഓക്സൈഡ് 2 to 8%. അപ്പൊ ഇത് മൊത്തത്തിലാണ് നമ്മുടെ ബോറോസിലിക്കേറ്റ് ഗ്ലാസിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന്, കമ്പോണൻസ് എന്ന് പറയുന്നത്. സിലിക്ക, ബോറിക് ഓക്സൈഡ്, സോഡിയം ഓക്സൈഡ് ഓർ പൊട്ടാസ്യം ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്. ഇനി കളേർഡ് ഗ്ലാസസ് ഉണ്ട്, അതായത് പല കളറിൽ കാണപ്പെടുന്ന ഗ്ലാസസ് ആണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് കളർ കാണാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മെറ്റാലിക് ഓക്സൈഡുകൾ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. കാൽഷ്യം കാർബണേറ്റ്, സോഡ ആഷ്, സോഡിയം കാർബണേറ്റ്, സാൻഡ്, ഇതൊക്കെയാണ് ഇവരുടെ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മെറ്റാലിക് ഓക്സൈഡിന്റെ പ്രസൻസ് കൊണ്ടാണ് ഇവർക്ക് കളർ ഉണ്ടാവാനുള്ള കാരണം. The color of the colored gas is designed by type of metallic oxide added to the mixture. Example എന്ന് പറയുമ്പോൾ നിക്കൽ ഓക്സൈഡ് ഉള്ള ഗ്ലാസ് ആണെങ്കിൽ അത് വയലറ്റ് കളറിൽ കാണും. ക്രോമിക് ഓക്സൈഡ് ആണെങ്കിൽ എംറാൾഡ് ഗ്രീൻ കളർ ആയിരിക്കും കാണുന്നത്. അപ്പൊ ഈ ഒരു ഗ്ലാസ് നമ്മൾ ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ടും സൺഗ്ലാസ് ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിൽ ആഡ് ചെയ്യുന്ന ഓർഗാനോമെറ്റലിന്റെ കളർ അനുസരിച്ചിരിക്കും ആ ഗ്ലാസിന്റെ കളർ. ഇവിടെ കുറെ എണ്ണം കൊടുത്തിട്ടുണ്ട്. കൊബാൾട്ട് ഓക്സൈഡ് ആണെങ്കിൽ ബ്ലൂ വയലറ്റ് കളർ, കാഡ്മിയം സൾഫേറ്റ് ആണെങ്കിൽ യെല്ലോ കളർ, ഗോൾഡ് ക്ലോറൈഡ് ആണെങ്കിൽ റെഡ് കളർ, ആന്റിമണി ഓക്സൈഡ് ആണെങ്കിൽ വൈറ്റ് കളർ, സൾഫർ ആണെങ്കിൽ യെല്ലോ ആംബർ കളർ, യുറേനിയം ഓക്സൈഡ് ആണെങ്കിൽ ഫ്ലൂറസെന്റ് യെല്ലോ ഓർ ഗ്രീൻ കളർ, ക്രോമിക് ഓക്സൈഡ് ആണെങ്കിൽ എംറാൾഡ് ഗ്രീൻ കളർ, സെലേനിയം ആണെങ്കിൽ റെഡിഷ് കളർ, അയൺ ഓക്സൈഡ് ആണെങ്കിൽ ലൈറ്റ് ബ്ലൂ കളർ. അപ്പൊ ഇത്രയും കളറാണ്, ഇത്രയും ഓർഗാനോമെറ്റൽസ് യൂസ് ചെയ്യുമ്പോൾ ആ കളറിൽ നമുക്ക് ഗ്ലാസ് കിട്ടും. അതാണ് കളേർഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇനി ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് ഉണ്ട്. ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് ഇസ് എ ട്രാൻസ്പെറന്റ് ഗ്ലാസ് that can etched with images using shorter wave radiation. അതായത് ഈ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗ്ലാസ്സിൽ കൊത്തുപണികൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഗ്ലാസ് ആണ് ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമേജ് ക്രിയേഷൻ, അതായത് ഒരു ഇമേജിനെ നമുക്ക് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഗ്ലാസ്സിലോട്ട് നമുക്ക് പകർത്താൻ പറ്റും. ലേറ്റന്റ് ഇമേജ്, the image remain transparent after latent image is formed but it become visible when heated. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ ഇമേജ് കാണാൻ പറ്റത്തില്ല, ഇതിനെ ഹീറ്റ് ചെയ്താലേ കാണാൻ പറ്റത്തുള്ളൂ. 3D മൈക്രോ സ്ട്രക്ചേഴ്സ്, നമുക്ക് ഇതിനകത്ത് 3D മൈക്രോ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പം ലൈറ്റ് അടിച്ചുകൊണ്ട് അതിനകത്ത് ഫിഗേഴ്സ് വരയ്ക്കുന്ന, പിക്ചേഴ്സ് വരയ്ക്കുന്നത് ഗ്ലാസിനെയാണ് നമ്മൾ ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് ഇമേജ് ക്രിയേഷൻ, ലൈറ്റന്റ് ഇമേജ്, 3D മൈക്രോ സ്ട്രക്ചേഴ്സ്, ഇതിനെല്ലാം നമുക്ക് ഈ ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിഫറെന്റ് ടൈപ്പ് ഗ്ലാസസിനെ പറ്റിയാണ് പഠിച്ചത്. അപ്പൊ മെയിൻ ആയിട്ടും സോഡയാണ് ഗ്ലാസിന്റെ എന്തെന്ന് പറയുന്നത് കമ്പോണൻസ്. സിലിക്കേറ്റ്സും സോഡ ഡയോക്സൈഡും ഒക്കെയാണ് നമ്മുടെ ഗ്ലാസിന്റെ എന്തെന്ന് പറയുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒത്തിരി ടൈപ്പ് ഗ്ലാസസ് ഉണ്ട്. അപ്പൊ ആ ഗ്ലാസസിനെ പറ്റിയും അവരുടെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് പഠിച്ചത്. അതിൽ കളേർഡ് ഗ്ലാസസ് വരുമ്പോൾ അതിലെ ഓരോ ഓർഗാനോ മെറ്റാലിക്സും അതിന്റെ കളറും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Okay, thank you.